ജ്ഞാനായ ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു പേരും കൂടെ വന്നു. പേർഷ്യൻ സഭയും ഭാരത സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ലോകം മുഴുവനുമുള്ള ഒരു കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് പേർഷ്യയിലെ ക്രിസ്തീയ സഭയുമായിട്ടായിരുന്നു. വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയല്ലേ? വായിച്ചു നോക്കണം. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും പഠിക്കുന്നതിന് മുമ്പും അതൊന്ന് വായിച്ചു നോക്കണം. പഠിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ അത് നോക്കിയിരിക്കണം. വീട്ടിൽ ചെന്ന ശേഷം വീണ്ടും അതൊന്നുകൂടെ വായിച്ചു നോക്കണം. ഇത് നമ്മുടെ വേദോപദേശവും അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കാനും ഓർമ്മിക്കാനും വിജയം വരിക്കാനും സാധിക്കും. എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ? ഭാരത സഭയുടെ തുടക്കമാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ? തോമസ് അപ്പോസ്തലനിലൂടെയും ബർത്തലോമിയോ എന്ന അപ്പോസ്തലനിലൂടെയും ഒക്കെ ആരംഭിച്ചിട്ട് പിന്നീട് പേർഷ്യൻ സഭയും ഭാരത സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചു. ഇന്ന് വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. റെഡിയല്ലേ എല്ലാവരും? റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ തുടങ്ങാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഏകാഗ്രമാക്കുക, മനസ്സ് ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാം. നമുക്ക് സ്നേഹപിതാവായ ദൈവമേ, ഭാരത സഭയിലെ അംഗങ്ങളായ ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ് പഠിക്കുന്നത്. അത് കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ശക്തി പകരണമേ. ആമേൻ. ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത് AD 345 എന്നാണ്. AD 345 കാനായിൽ നിന്ന്, കാന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്കറിയാം, കാന എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. കാനായിൽ നിന്ന് തോമ എന്ന വ്യാപാരിയുടെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിലാണ്? തോമ എന്ന വ്യാപാരിയുടെ നേതൃത്വത്തിൽ മാർ ജോസഫ് എന്ന് പറയുന്ന ഒരു മെത്രാനും കുറച്ച് വൈദികരും ഡീക്കന്മാരുമൊത്ത് ഒരു 400ഓളം പേര് ഭാരതത്തിലേക്ക് കുടിയേറുകയുണ്ടായി. എവിടെ നിന്നാണ് വന്നത് അവർ? കാനായിൽ നിന്ന്. ആരൊക്കെ ഉണ്ടായിരുന്നു? തോമ എന്ന വ്യാപാരി ഉണ്ടായിരുന്നു, മാർ ജോസഫ് എന്ന മെത്രാൻ ഉണ്ടായിരുന്നു, കുറച്ച് വൈദികരും ഡീക്കന്മാരും 400 ആളുകളുമായിട്ട്, 400ഓളം ആളുകൾ ആയിട്ട് അവർ കൊടുങ്ങല്ലൂർ, നമുക്കറിയാം കൊടുങ്ങല്ലൂർ ഒരു പുരാതനമായ തുറമുഖമായിരുന്നു. കൊടുങ്ങല്ലൂരിന് തെക്കുഭാഗത്തായിട്ട് അവർ വന്ന് താമസിക്കുന്നു. അവരവിടെ ഒരു വിശ്വാസ സമൂഹമായി അവരവിടെ താമസിച്ചു. ഈ കൊടുങ്ങല്ലൂരിൻ്റെ തെക്കുഭാഗത്ത് താമസിച്ചിരുന്നതുകൊണ്ട് ഇവരെ തെക്കും ഭാഗക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. എന്തെന്നാണ് വിളിച്ചിരുന്നത്? തെക്കും ഭാഗക്കാർ. പിന്നീട് അവർക്ക് കാനായിൽ നിന്ന് വന്നതുകൊണ്ട് ജ്ഞാനായ ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു പേരും കൂടെ വന്നു. എന്തെന്നായിരുന്നു? ജ്ഞാനായ ക്രിസ്ത്യാനികൾ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, സാറിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, ജ്ഞാനായ ക്രിസ്ത്യാനികൾ. പിൽക്കാലത്ത് ഇവർക്ക് വേണ്ടി ഒരു രൂപത സ്ഥാപിക്കപ്പെട്ടു. പിന്നീടാണ് ആ രൂപത ഏതാണ്? കോട്ടയം രൂപത. കോട്ടയം രൂപത ജ്ഞാനായ രൂപത എന്നാണ് അറിയപ്പെടുക. ജ്ഞാനായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു രൂപതയാണ്. അവരുടെ പ്രത്യേകത, അവരൊരൊറ്റ സമൂഹമായിട്ടാണ് നിലനിൽക്കുക. മറ്റ് വിഭാഗങ്ങളിലേക്ക് വിവാഹം കഴിക്കുകയോ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിന്ന് വിവാഹം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ഒറ്റ സമൂഹമായിട്ട്, മറ്റാരെയും ഉള്ളിലേക്ക് കടത്താത്ത വിധമുള്ള ഒരു സമൂഹമായിട്ട് തന്നെയാണ് അവർ ഇപ്പോഴും നിലകൊള്ളുന്നത്. അവർ പറയുന്നത് അവരുടെ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളതാണ് അവർ പറയുക. അവരുടെ ചില പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ?
കോട്ടയം പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തു പിടിച്ചവർ കപ്പൽ കയറി തകതിമിത എന്നൊക്കെ പറയുന്ന പാട്ടുകൾ കോട്ടയം പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ക്നാനായ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നീട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊല്ലത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ചാണ്. കൊല്ലത്തെ ക്രിസ്ത്യാനികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ കണ്ടോ, കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലത്ത് വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ്, കൊടുങ്ങല്ലൂർ ഒരു തുറമുഖമായിരുന്നു, കൊല്ലം ഒരു തുറമുഖമായിരുന്നു. കൊല്ലം വളരെ പ്രാചീനമായ ഒരു തുറമുഖമാണ് എന്ന് ചരിത്ര വസ്തുതകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രാചീന കാലം മുതലേ ഒട്ടുമിക്ക രാജ്യങ്ങളുമായി കൊല്ലം തുറമുഖത്തിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നുവെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. സോളമൻ ദേവാലയം പണിതപ്പോൾ തേക്കിൻ്റെ തടികൾ ഭാരതത്തിൽ നിന്ന് കൊണ്ടുപോയത് കൊല്ലം തുറമുഖം വഴിയാണ് എന്നുള്ള ഒരു ചരിത്ര വസ്തുത പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും പഴയ കാലം മുതലേ ഉള്ളൊരു തുറമുഖമായിരുന്നു കൊല്ലം തുറമുഖം. അങ്ങനെ 4-ാം നൂറ്റാണ്ടോടുകൂടെ പേർഷ്യയിൽ നിന്നുള്ള ആളുകൾ വ്യാപാരത്തിന് വന്നവർ 4-ാം നൂറ്റാണ്ടോടുകൂടെ ഒരു ക്രിസ്തീയ സമൂഹം അവിടെ എത്തപ്പെടുകയും അവർ ഒരു സമൂഹമായി അവിടെ താമസിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് എവിടെയുമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത്? എവിടുത്തെ ക്രിസ്ത്യാനികളുമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത്? പേർഷ്യയിലെ ക്രിസ്തീയ സമൂഹമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു പേർഷ്യയും ഭാരതവും തമ്മിലുണ്ടായിരുന്ന, ഭാരതത്തിലെ ക്രിസ്ത്യാനികളും പേർഷ്യയിലെ ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായിരുന്ന സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണിത്. കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് പേർഷ്യയിലെ ക്രിസ്തീയ സഭയുമായിട്ടായിരുന്നു ബന്ധം. അതുകൊണ്ട് എന്തായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നത്? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടു അല്ലേ, എന്തായിരുന്നു? പാഷണ്ഡതകൾ, ചില അബദ്ധ ആചാരങ്ങൾ, ചില തെറ്റായ വിശ്വാസ സത്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു, ശക്തമാം വിധം പ്രചരിച്ചിരുന്നു. ഈ കൊല്ലത്തെ ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം ബാധിച്ചൊരു പാഷണ്ഡത എന്തായിരുന്നു എന്നറിയാമോ? നെസ്തോറിയൻ പാഷണ്ഡത. കേട്ടിട്ടുണ്ടല്ലേ, നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ, 4-ാം ചാപ്റ്ററിൽ നിങ്ങൾ നെസ്തോറിയൻ പാഷണ്ഡതയെക്കുറിച്ച് പഠിച്ചതാണ്. എന്താണ് നെസ്തോറിയൻ പാഷണ്ഡത? ഓർക്കുന്നുണ്ടോ? സാർ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാം. എന്താണ്? ചിലർ പറയുന്നുണ്ട്. എന്താണ് നെസ്തോറിയൻ പാഷണ്ഡത? നെസ്തൂറിയസ് എന്ന് പറയുന്ന ആളാണ് ഈ പാഷണ്ഡത പ്രചരിപ്പിച്ചത്. അതിൻ്റെ ഉപജ്ഞാതാവ് നെസ്തൂറിയസ് എന്ന ആളാണ്. ആരാണ്? നെസ്തൂറിയസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുക. ഈ നെസ്തൂറിയസ് പറഞ്ഞു, പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ പഠിപ്പിക്കാൻ തുടങ്ങി. ആ ഒരു പാഷണ്ഡത പേർഷ്യൻ സഭയിൽ വ്യാപകമായിരുന്നു. അത് കൊല്ലത്തെ ക്രിസ്ത്യാനികളിലേക്കും അത് വ്യാപിച്ചു. തുടർന്ന് സംഭവിച്ചത് 1291 മൊന്തേ കൊർവീനോ, എന്താണ്? മൊന്തേ കൊർവീനോ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ സന്യാസിയും നിക്കോളാസ് പിസ്തോയിയ എന്ന് പറയുന്ന, എന്താണ് രണ്ടാമത്തെ ആളുടെ പേര്? നിക്കോളാസ് പിസ്തോയിയ എന്ന് പറയുന്ന ഡൊമിനിക്കൻ സന്യാസിയും കൊല്ലത്തെത്തുകയും അവർ കൊല്ലത്ത് സെൻറ്റ് ജോർജ് ലത്തീൻ ദേവാലയത്തിൽ അവർ സേവനമനുഷ്ഠിക്കുകയും കൊല്ലത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവർ സത്യവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വളരെ ത്യാഗത്തോടുകൂടെ ഇറങ്ങുകയും ചെയ്തു. കാരണം സാറ് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചു, പാഷണ്ഡത പ്രചരിച്ചെടുത്ത് സത്യവിശ്വാസം പ്രചരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. എന്താണ് കാരണം? അബദ്ധ സിദ്ധാന്തങ്ങൾ അവരുടെ ഉള്ളിൽ വേരുറച്ചു പോയി. അത് പറിച്ചു മാറ്റുവാൻ, അവിടെ സത്യവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വലിയ പാടാണ്. പക്ഷേ ഈ 2 സന്യാസിമാരും ചേർന്ന്, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് 100ഓളം വിശ്വാസികളെ ഈ നെസ്തൂറിയൻ പാഷണ്ഡതയിൽ നിന്ന് മോചിപ്പിച്ച് സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇവർക്ക് കഴിഞ്ഞുവെന്നാണ് പറയുക. മൊന്തേ കൊർവീനോയുടെ, ആരാണ്? മൊന്തേ കൊർവീനോ എന്ന് പറയുന്ന ഫ്രാൻസിസ്കൻ സന്യാസിയുടെ കത്തുകളിൽ നിന്ന് കൊല്ലത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ച് മനസ്സിലാക്കിയ ജോർദാൻ കത്തലാനി എന്ന ഡൊമിനിക്കൻ സന്യാസി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ജോർദാൻ കത്തലാനി. ഇപ്പോൾ നമ്മൾ 3 പേരെ പരിചയപ്പെട്ടു അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്, പുസ്തകത്തിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 പേരെ പറഞ്ഞു. ഒന്ന് മൊന്തേ കൊർവീനോ, 2 ആരായിരുന്നു? നിക്കോളാസ് പിസ്തോയിയ, 3-ാമത്തെ ആളുടെ പേരെന്താണ്? ജോർദാൻ കത്തലാനി എന്ന ഡൊമിനിക്കൻ സന്യാസി. അദ്ദേഹം കൊല്ലത്ത് വരികയും കൊല്ലത്തെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അവിടെ കണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശകലനം ചെയ്ത് പഠിക്കുകയും അവരുടെ ഇടയിൽ സേവനം ചെയ്യുകയും ചെയ്തിട്ട് അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കി, ഒരു ഗ്രന്ഥം തയ്യാറാക്കി. അതിൻ്റെ പേര്
ഡിസ്ക്രിപ്ത മിറബലിയ എന്നാണ്. എന്താണ്? ഡിസ്ക്രിപ്ത മിറബലിയ. അതിൻ്റെ മലയാളം ഇതാണ്, അതിശയങ്ങളുടെ വിവരണം. അദ്ദേഹം അവിടെ കണ്ട അതിശയങ്ങളുടെ വിവരണം ഒരു ഗ്രന്ഥമാക്കി അന്നത്തെ പാപ്പയായിരുന്ന ജോൺ 22-ാം പാപ്പയ്ക്ക് അയച്ചു കൊടുത്തു. ജോൺ 22-ാം പാപ്പ ഇത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്തു? കൊല്ലത്തെ ക്രിസ്ത്യാനികളെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം 1329 ഓഗസ്റ്റ് 9-ാം തീയതി കൊല്ലം രൂപത സ്ഥാപിച്ചു. എന്നാ സ്ഥാപിച്ചത്? 1329 ഓഗസ്റ്റ് 9-ാം തീയതി കൊല്ലം രൂപത സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ, ഭാരതത്തിലെ ആദ്യത്തെ രൂപത ഏതാണ്? കൊല്ലം രൂപത. അതിൻ്റെ മെത്രാൻ ആരായിരിക്കും? മെത്രാനായിട്ട് പാപ്പ നിയോഗിച്ചത് ജോർദാൻ കത്തലാനിയെ തന്നെയായിരുന്നു. അപ്പോൾ കൊല്ലം രൂപതയുടെ പ്രഥമ മെത്രാൻ ആരായിരുന്നു? ജോർദാൻ കത്തലാനി. അദ്ദേഹം കൊല്ലം കൂടാതെ മംഗലാപുരം, മൈലാപ്പൂര്, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെയൊക്കെ, അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ താനെ എന്ന് പറയുന്ന, ബോംബെക്ക് അടുത്തുള്ള താനെ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അതിലുൾപ്പെടും. അവിടത്തെയൊക്കെ കൂടെ ആത്മീയ പാലകനായിരുന്നു ആര്? കൊല്ലം രൂപതയുടെ മെത്രാനായ ജോർദാൻ കത്തലാനി. കാരണം എന്താണ്? അന്ന് ഈ ഒരു രൂപതയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1336 ഈ ജോർദാൻ കത്തലാനി താനെയിലായിരിക്കുമ്പോൾ മുസ്ലിം തീവ്രവാദികൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ കൊല്ലം രൂപതയുടെ പ്രഥമ മെത്രാനായ ജോർദാൻ കത്തലാനി രക്തസാക്ഷിയായി മാറി. പിന്നീട് ചരിത്രകാരനായ മാർക്കോപോളോയുടെ വിവരണങ്ങളിലും കൊല്ല ക്രിസ്ത്യാനികളെക്കുറിച്ച് വിവരണങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് പാശ്ചാത്യ ലോകം കൊല്ലം ക്രിസ്ത്യാനികളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാൻസിസ്കൻ സഭ ഭാരതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ്. അലക്സാണ്ടർ 6-ാം പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്തു, ലോകം മുഴുവനുമുള്ള ഒരു പുതിയ സുവിശേഷവൽക്കരണത്തിനായി ആഹ്വാനം ചെയ്തു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിലേക്ക് മിഷണറിമാർ സഞ്ചരിക്കുവാൻ തുടങ്ങി. കൂടുതലായിട്ട് സ്പെയിനിൽ നിന്നുള്ള മിഷണറിമാരാണ് കൂടുതലായും പാശ്ചാത്യ ദേശത്തേക്ക് പോയത്. പോർച്ചുഗീസുകാരായ മിഷണറിമാരാണ് ഭാരതം ഉൾപ്പെടെയുള്ള പൗരസ്ത്യ ദേശങ്ങളിലേക്ക് കടന്നു വന്നത്. അങ്ങനെ 1498 മെയ് 20-ാം തീയതി ഭാരതത്തിലേക്ക് യൂറോപ്പിൽ നിന്ന് പുതിയൊരു മാർഗം കണ്ടുപിടിച്ച് വാസ്കോഡ ഗാമ ഭാരതത്തിലെത്തി. അദ്ദേഹം കോഴിക്കോട് കപ്പലിറങ്ങി. അതിനുശേഷം അദ്ദേഹം തിരിച്ച് പോർച്ചുഗീസിൽ പോയിട്ട് വീണ്ടും അദ്ദേഹം 1502 കേരളത്തിലേക്ക് വരികയുണ്ടായി. അങ്ങനെ കേരളത്തിലേക്ക് വന്ന അദ്ദേഹത്തെ കേരളത്തിലെ ക്രൈസ്തവർ വളരെ വലിയൊരു സ്വീകരണം നൽകി അദ്ദേഹത്തെ ഇങ്ങോട്ട് ആനയിച്ചു. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, പോർച്ചുഗലിൻ്റെ രാജാവ് ഇനി തങ്ങളുടെയും രാജാവായിരിക്കുമെന്ന് അവിടുത്തെ ക്രൈസ്തവർ പ്രഖ്യാപിച്ചു. അന്ന് കൊല്ലത്തെ രാജാവ് ഈ ക്രിസ്ത്യാനികളുടെ കുറേ അവകാശങ്ങളെല്ലാം തടഞ്ഞു വെച്ചിരുന്നു. ആ തടഞ്ഞു വെച്ചിരുന്ന അവകാശങ്ങളെല്ലാം ഗാമ സംസാരിച്ച് ഇടപെട്ട് അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. മനസ്സിലായല്ലേ? നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ്, എന്നാൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീട്ടിൽ പോയിട്ട് നന്നായിട്ട് വായിക്കണം. നമുക്ക് അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു പ്രവർത്തനം സാറ് പറയാം. ഇതാണ് പ്രവർത്തനം. കൊല്ലം ക്രിസ്ത്യാനികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ കൊല്ലം ക്രിസ്ത്യാനികളെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൻ്റെ സഹായത്തോടുകൂടെ ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ചെയ്യുമല്ലോ? ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. കൈകൾ കൂപ്പുക, കണ്ണുകൾ അടയ്ക്കുക. സ്നേഹപിതാവേ, ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഭാരത സഭയെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ. സഭയെ കൂടുതലായി സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.